നിർണയത്തിലാണ് ദൈവം അല്ല, നിർണയത്തിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നാം ദൈവിക നിർണയത്തിൽ മാത്രമുള്ളവരല്ല, അവന്റെ രക്തം അകത്ത് വഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. പണ്ടൊരു അമ്മച്ചിയോട് ചോദിച്ചു, എന്താ അമ്മച്ചി ഇങ്ങനെ ചാടുന്നത്? അമ്മച്ചി പറഞ്ഞു, എനിക്ക് വയസ്സ് 89 ആയെങ്കിലും എന്റെ അകത്തോടുന്ന 33 തിരുവയസ്സിലെ യൗവന രക്തമാണ്. ഹല്ലേലൂയ. കാൽവറിയിലെ രക്തം അകത്തോട്ട് കയറി എന്റെ വായിൽ സ്തോത്രങ്ങൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. നമ്മുടെ പ്രായത്തെ മതിമറന്ന് ഓടുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവിക നിർണയം. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ബാക്കി അറിയാവുന്നവർ പറ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അടുത്ത വാക്യം ചേർന്ന് പറ, നിർണയപ്രകാരം എന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. പറഞ്ഞേ, പാത്രം പറഞ്ഞേ, ആ വാക്ക് താഴത്തോട്ട് കയറട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഒന്ന് പറഞ്ഞേ, നിർണയപ്രകാരം. നാം ആരാന്നറിയാമോ? ദൈവിക നിർണയത്തിലുള്ളവരാണ്. നാം ആരാണ്? രണ്ടു തരം നിർണയങ്ങളാണ് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതില്. ഒന്നാമത്തെ നിർണയം അവസാനം പറയേണ്ടുന്നതാണ്, രണ്ടാമത്തെ നിർണയം ആദ്യം പറയേണ്ടുന്നതാണ്. പക്ഷേ ഞാൻ രണ്ടാമത് പറയേണ്ടുന്നത് രണ്ടാമതും, ഒന്നാമത് പറയേണ്ടുന്നത് ഒന്നാമതും പറയാൻ പോവാം. നിങ്ങളുടെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, രണ്ടാമത് പറയാൻ പോകുന്നതും ഒന്നാമത് പറയാൻ പോകുന്നതും ഇതെല്ലാം ഒരുമിച്ച് ഈ തന്നാ മതി എന്നുള്ളത്. ദൈവിക നിർണയം. ഒന്ന്, ഫൈനൽ അസൈൻമെന്റ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് നീ അവസാനമായി വിളിക്കപ്പെട്ടത്. രണ്ടാമത്തത് ഇൻട്രീം അസൈൻമെന്റ്, ഇടയ്ക്കിടയ്ക്ക് നിന്നെ കുറിച്ചുള്ള, നമ്മെ കുറിച്ചുള്ള ദൈവ പദ്ധതി. ഒന്നാമത്തെ എന്താണ്? ഫൈനൽ അസൈൻമെന്റ്. എന്താണ് ഫൈനൽ അസൈൻമെന്റ്? ഞാൻ ആ വാക്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വായിക്കേണ്ട, ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. നല്ല രസമുള്ള 3 വാക്യങ്ങളാണ്. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. ആ വാക്യം എങ്ങനെയാണ്? യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. കേട്ടോ, വലിയൊരു പ്രവാചകന്റെ ഇപ്പോഴത്തെ സന്തോഷം എന്ത് നിമിത്തമാണ്? രാവണക്ക്. എന്താണെന്നറിയാമോ? താൻ സങ്കടപ്പെട്ടു വന്നിരിക്കുകയും ആരും വെള്ളം ഒഴിച്ചില്ല, ആരും വിത്തിട്ടില്ല, ആരും തടവെടുത്തില്ല, ആരും വളവിട്ടില്ല. പെട്ടെന്ന് ഒരാവണക്ക് തന്റെ പുറകിൽ നിന്ന് കിളിച്ച് മേളോട്ട് പൊങ്ങി തണല് വിരിച്ചിട്ടു. അവിടെ ഒരു വാക്ക് കണ്ടോ നിങ്ങൾ? യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്കിനെ കൽപ്പിച്ച. അതായത് വളർന്നു നിൽക്കുന്ന ഒരാവണക്കിന്റെ കീഴിൽ താൻ പോയിരിക്കുകയല്ലായിരുന്നു, താൻ ഇരുന്നിടത്ത ദൈവത്തിനെ വളച്ചു വരുത്തി ആവണക്കിനെ. ഇപ്പം പുള്ളി 2 കാലം കൊണ്ട് നീട്ടി, അതേലും കൊണ്ട് ചാരി പെരുക്കെ തന്റെ ബൈനോക്കുലർ ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. നിനവയ്ക്ക് നേരെ എന്ത് സംഭവിക്കും ഇങ്ങനെ കാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുവഴി വേറൊരു പുഴു വരുന്നു. പുഴു വന്നിട്ട് ഇതിന്റെ എവിടെ കുത്തിയാൽ ഈ മരം ഉണങ്ങുമെന്ന് ആർക്കറിയാം? പുഴുവിനറിയാം. അടുത്ത വാക്യം ഇങ്ങനെയാണ്: പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞ് അത് വാടിപ്പോയി. ഹലോ, കേൾക്കുന്നുണ്ടോ? നിനക്ക് തണല് വെച്ച് തന്നതും ദൈവം, മനസ്സിലാകുന്നില്ല, ആ തണലിനെ ഉണക്കുന്നതും ദൈവം. ചിലര് വരെ കർത്താവേ നീ തന്നവൻ എടുക്കരുത്, തന്നവൻ എടുക്കാനുമുള്ള. പക്ഷേ തന്നവനോട് ചോദിക്കണം, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ അങ്ങനെ ചെയ്തത്? സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചാൽ മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ഈ ഭാഗം നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ആവണക്കിന്റെ
ഇരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്ക, അത് ദൈവം നിനക്ക് തന്നൊരു താൽക്കാലിക ഇരിപ്പിടമാണ്. പ്രവാചകനായ യോനേ, നിന്റെ വിളി ഒരാവണക്കിന്റെ കീഴിൽ ഇരുന്ന് തീർക്കാനുള്ളതല്ല. സ്തോത്രം. നവീൻ ബ്രദർ ദൂതുപോലെ ഷൈബിനോട് പറഞ്ഞ വാക്ക് പരിശുദ്ധാത്മാവിനോട് വീണ്ടും വിളിച്ചു പറയുന്നു. ഇങ്ങനെ വിളിച്ചു പറയാൻ, അതൊരു താൽക്കാലികമാണ്. തമ്പുരാൻ ചില ആവണ കൊളക്കിയെങ്കിൽ കോപിക്കുകയല്ല, നിന്നെ പുറത്തെടുത്ത് ദൗത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാനാണ്. എന്റെ ജോലി എന്തിനാ തമ്പുരാൻ ഉണക്കിയത്? എന്റെ ഭർത്താവിനെ എന്തിനാ ദൈവം മാറ്റിയത്? എന്റെ കുഞ്ഞിനെ എന്തിനാ തോൽപ്പിച്ചത്? എന്നെ എന്തിനാ കണത്തിലാക്കിയത്? എന്നെ എന്തിനാ ജയിലിലാക്കിയത്? എന്നെ എന്തിനാ രോഗിയാക്കിയത്? എന്നെ എന്തിനാ ഇല്ലായ്മക്കാരനാക്കിയത്? എന്നെ എന്തിനാ ഈ വിഷയത്തിലാക്കിയത്? എന്നെ എന്തിനാ വടക്കേ ഇന്ത്യയിലാക്കിയത്? എന്നെ എന്തിനാ ഷാർജയിലാക്കിയത്? എന്നെ എന്തിനാ ഈ ജോലിയിലാക്കിയത്? ദൈവാത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട്. നിന്നെ കുറിച്ചുള്ള അവന്റെ പദ്ധതി വലുതാ മക്കളെ, വലുതാ. ഒരാവണക്കിന്റെ തലക്കീഴിൽ തല വെച്ചിരിക്കാനുള്ളതല്ല നിന്റെ നിയോഗം. എന്നാൽ ആവണക്കിന്റെ നിയോഗമാണ് അത്, നിന്റെ നിയോഗമല്ലയോ. ഒരിക്കൽ കൂടെ ദൈവം പറയുകയാണ്, ഇപ്പോഴുള്ള ചെറിയ സൗകര്യത്തിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചായിരിക്കാനല്ല ദൈവമാവ് ചിലരെ പുറത്തെടുക്കാൻ പോവുക. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, എന്റെ വെള്ളിയാഴ്ച ചർച്ചിൽ ഒരു ആരാധനയുണ്ട്. അത് മതി എന്ന് പറഞ്ഞിരിക്കാതെ ദൈവാത്മാവ് പറയുന്നു, ചിലത് നിന്നെ ഉണക്കുന്നതിനാവുകയാമോ തമ്പുരാനെ പുറത്തെടുത്തിട്ട് ദൈവച്ചതിനെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക. The final assignment of that tree, ആ മരത്തിന്റെ അവസാനത്തെ അസൈൻമെന്റ് എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് കിളിച്ചു വരിക, യോനയുടെ തലയ്ക്ക് തണലാകുക, അടുത്ത കുത്തിന് ഉണങ്ങുക, അടുത്ത കാറ്റ് നില പൊഴിയുക. ഇത്രയേ ഉള്ളൂ അതിന്. ആ മരത്തിന് എന്തോ ഇല്ല, കംപ്ലൈന്റ് ഇല്ല. ഈ വരുന്ന പുഴുവിനോട് ചോദിക്കുക, അയ്യേ എന്തിനാ ഈ കഷ്ടം, നീ എങ്ങോട്ട് പോവുക? സ്വത്രം. അവന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, ആ പേപ്പറിൽ ഒരു അഡ്രസ് ഉണ്ട്. അഡ്രസ് ഇങ്ങനെയാണ്, ആവണക്ക്, കെയർ ഓഫ് യോനയുടെ ഇരിപ്പിടം, നിലവേ. നമുക്ക് പോവാൻ സ്വത്രം. എന്തിനാ എവിടുന്ന് വന്നാന്ന് അറിയത്തില്ല, അത് വന്ന് അതിനെ ഉണക്കിക്കളയുക. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചേക്കാൻ, ആ പുഴുവിന്റെ മേലൊരു മേലെടുത്തുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ ആവണക്കിനെ ഉണക്കിക്കളയുക. എന്നാൽ ആ ആവണക്കിന്റെ മേലൊരു മേലെടുത്തുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം തണൽ കൊടുക്കുക. ശ്രദ്ധിച്ചു കേക്ക്, ആവണക്ക് നിന്റെ തലമേൽ നിന്ന് ഉണങ്ങി മാറിയാലും, പുഴു നിന്റെ നന്മ കൊടുത്തിക്കളഞ്ഞാലും, നിനക്ക് പ്രാണൻ തന്നവൻ പറയും, എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന്. ഒരിക്കൽ ഇവിടെ കർത്താവിന്റെ നന്ദി പറഞ്ഞ ഹല്ലേലൂയ, ഗ്ലോറി ജീസസ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ഒന്ന് പറഞ്ഞേ, എന്താണ് ദൈവിക വിളി? നമ്മെ കുറിച്ചുള്ള ദൈവിക വിളി എന്താണ്? സ്തോത്രം. യേശുദാൻ തിരുവായ്മൊഴിഞ്ഞ അത്ഭുതകരമായ ഒരു വാക്യം, യേശു എടുത്തു പറഞ്ഞൊരു വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാം വാക്യം. ഒരാളെന്ന് വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാം വാക്യം. ലൂക്കോസിന്റെ പുസ്തകത്തിലേക്കാണ് നമുക്ക് ഓടി പോകേണ്ടത്. 4-ാം അധ്യായത്തിൽ യേശു പലരുടെയും കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരാളിന്റെ പേര് അവിടെയുണ്ട്. വായിച്ചാട്ടെ, 4:26. ഏലിയാവിനെ സരാപ്തയിലെ വിധവയുടെ അടുക്കലേക്ക് അയച്ച കാര്യമാണ് യേശു എടുത്തു പറഞ്ഞത്. എനിക്ക് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത ഒരു വാക്യമായിരുന്നു ഇത് പഴയ നിയമത്തിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം പുതിയ നിയമത്തിൽ ഇത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എടാ യേശു ഇത് എടുത്തു പറഞ്ഞെങ്കിൽ നീ ഇത് നിന്റെ ജനത്തോട് വിളിച്ചു പറ, എനിക്ക് എന്റെ ജനത്തോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇത് വൽക്കാലം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയ വാ തുറന്ന് കർത്താവിനോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. മരുന്നകത്ത് റിയാക്ട് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇത് വൽക്കാലം ദൈവിക ദൈവം നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ഏലിയാവിന് ഒരു ദൂതുണ്ടായി. ആ ദൂത് ഇതാണ്, കെരീതിലെ വെള്ളം വറ്റി കാക്കയുടെ മരവും നിന്നു. അതുകൊണ്ട് നിന്റെ പ്രാണൻ അവസാനിച്ചെന്നോ, നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്നോ, നിന്റെ ജീവിതം അവസാനിച്ചെന്നോ ഇല്ല. കമ്പനി പൊട്ടി, ഭാര്യയുടെ വരുമാനം നിന്നു, അല്ലെങ്കിൽ കമ്പനി പൊട്ടി, കൂടെ സ്പോൺസറിന്റെ കാര്യം മാറി. അതുകൊണ്ട് നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി തീരുന്നില്ല. ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ നടത്തുന്നത് ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം പലരെ കാരണമാക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നടത്തുന്ന ആര് തന്നെ?
പറഞ്ഞേ, ദൈവം തന്നെ. ദൈവത്തിന്റെ പദ്ധതി നടത്തുന്ന ദൈവം തന്നെ. ഇവിടെ നാം കണ്ടത് ഇതാണ്. ഒരു ദിവസം ഏലിയാവ് SMS തുറന്നപ്പോ അതിനകത്തൊരു മെസ്സേജ് വന്നിരിക്കുക. ആ മെസ്സേജ് ഇതാണ്: സരാപ്തയിലെ വിധവയുടെ വീട്ടിലേക്ക് ചെല്ലുക. എവിടെ ചെല്ലാനാ പറഞ്ഞേ? സരാപ്തയിലെ തോമാച്ചാന്റെ വീട്ടിലെന്നാണെങ്കിൽ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ആരുണ്ട്? തോമസ് എങ്കിലും ഉണ്ടല്ലോ. ഇത് അങ്ങനല്ല പറഞ്ഞത്. എവിടെ ചെല്ലണമെന്ന്? വിധവയില്ലാത്ത വീട്ടിലേക്ക് നീ ചെല്ലണം. പക്ഷെ തമ്പുരാൻ ഒരു കാര്യം ചെയ്തു. വിധവയ്ക്ക് കൊടുത്ത SMS-നകത്ത് ഏലിയാവിന്റെ നമ്പർ കൊടുത്തില്ല. ഏലിയാവിന്റെ SMS-നകത്ത് വിധവയുടെ നമ്പരും കൊടുത്തില്ല. അതുകൊണ്ട് ഏലിയാവ് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ വിറക് പെറുക്കുന്നത് കണ്ടു. എങ്ങനെയാണ് ഈ സ്ത്രീ വിധവയാണെന്നും ഈ സ്ത്രീയുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചതെന്നും കെരീതിൽ നിന്ന് സരാപ്ത് വരെ നടന്നുപോയ ഏലിയാവ് മനസ്സിലാക്കിയത്. ശ്രദ്ധിച്ചേക്കാം. അതിനുള്ള കുറുക്ക് വഴി ഞാൻ പറയാം. നിങ്ങളുടെ മുമ്പിൽ ചായയുമായി വന്ന സഹോദരി നിങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങളെങ്ങനെയാ മനസ്സിലാക്കിയത്? ഭാസ്കർ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഒന്ന് പറ്റിപ്പോയതല്ലേ? അത് പറ്റിപ്പോയതാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ഒരു ദൈവിക നിർണയം. നല്ല സ്വന്തം വരുന്നില്ല. സന്തോഷിച്ചിരിക്കണമെന്നുണ്ട്, കരയണമെന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു നിർണയം, നാം അറിയാത്ത മണ്ഡലത്തിൽ ഒരു ദൈവിക നിർണയം. നല്ലൊരു നവീന ചിരി വരുന്നുണ്ടല്ലേ? വാസ് ഇങ്ങനൊക്കെ പുറത്തു വല്ലതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യും അല്ലേ? സ്തോത്രം. ദൈവിക നിർണയം. ഞങ്ങളുടെ ഒരു സ്നേഹിതനുണ്ട്, ഷൈജു എന്ന് പറഞ്ഞ തന്നെ. ഷൈജു തന്നെയാ അച്ഛൻ്റെ ഷാജു. അവന് വീട്ടിൽ പൂച്ച ശല്യമായിട്ട് ഒരു പൂച്ചയെ ചാക്കിലിട്ട് അവിടുന്ന് 8 കിലോമീറ്റർ ദൂരെ കായംകുളത്തുള്ള ഒരു സർക്കസ് കൂടാരത്തിൽ കൊണ്ടുകൊടുക്കും. എന്തോ കൊടുക്കാനാ? സർക്കസ് പഠിപ്പിക്കാനല്ല, പുലിക്ക് കൊടുക്കാൻ. എന്നിട്ട് പുള്ളിക്കാരൻ സൈക്കിളിലാണോ സ്കൂട്ടറിലാണോ ചവിട്ടി വേഗത്തിൽ വീട്ടിൽ വന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ വാതിൽ ആര് വിളിക്കുക? പോയി ഇവൻ തന്നെ പോയി ചാക്കി കെട്ടി അവിടെ കൊണ്ട് ആർ കൊടുത്തതാ? പുലിക്ക് കൊടുത്തതാ. 8 കിലോമീറ്റർ ചാക്കിനകത്ത് പോയി കിടന്ന ഈ ജീവി തിരിച്ച് ഇവൻ വീട്ടിൽ വന്നപ്പോ നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതെങ്ങനെ അതിന്റെ GPS വർക്ക് ചെയ്തത്? അതെങ്ങനെ അതിന്റെ വഴി കണ്ടുപിടിച്ചത്? മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ അതിലും വലുതായി ദൈവിക നിർണയം എന്ന് പറയുന്നത് നിന്റെ മേലുണ്ടെങ്കിൽ നീ എവിടെ ചെന്ന് മുട്ടണോ അവിടെ കറക്റ്റ് ആയിട്ട് ചെന്നാൽ മുട്ടിയിരിക്കും. നമുക്ക് പലപ്പോഴും ആ വിശ്വാസത്തിന്റെ മണ്ഡലത്തിലോട്ട് എടുത്തു വെക്കാൻ വയ്യ. കർത്താവിലേക്ക് ഒരു നന്മ തുറക്കുമെന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെക്ക. നീ നടന്ന അനുഗ്രഹത്തിലേക്ക് നടന്നു. എന്റെ വിഷയം, എന്റെ വിചാരം ഇതാണ്: എങ്ങനെയാണ് ഇവൻ ആ സ്ത്രീയെ കണ്ടെത്തിയത്? ഞാൻ പറയാം. എന്റെ ഉള്ളിലെ ചിന്ത ഇതാണ്: ഈ സ്ത്രീയുടെ പുറകിൽ ഒരു മരണദൂതൻ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആരുടെ പുറകില്? ഈ സ്ത്രീയുടെ പുറകിൽ. ഏലിയാവിന് മനസ്സിലായി, എന്നെ ദൈവം അങ്ങോട്ട് അയക്കുന്നത്, ആ വിധവയുടെ വീട്ടിലോട്ട് അയക്കുന്നത്, അത് അപ്പ കഷ്ണവും ചാറും കൂടെ കഴിച്ച് നല്ലപോലെ ഏമ്പൊക്കെ വിട്ട് നടക്കാനല്ല. ഞാൻ ഇവിടെ വരുന്നത് ചില മരണദൂതനെ വഴിമാറ്റാനാണ്. ഹല്ലേലൂയ. അവിടെ നല്ല പ്രായത്തിൽ നല്ല യൗവന പ്രായത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. നല്ല യൗവന പ്രായത്തിൽ അവളുടെ കുടുംബത്തിൽ നിന്ന്, അവളുടെ സന്തോഷമായിരുന്ന, അവളുടെ പ്രമോദമായിരുന്ന, അവളുടെ പ്രത്യാശയായിരുന്ന അവളുടെ ഭർത്താവിനെ മാറ്റിക്കൊണ്ടുപോയ, ഭർത്താവിനെ ഹല്ലേലൂയ മരണത്തിലേക്ക് കൊണ്ടുപോയ ഒരു മരണദൂതൻ ഇവളുടെ പുറകിൽ നടക്കുക. ഭർത്താവ് മരിച്ചത് മുതൽ ഇവളോട് ആ ഒരു ദൂതൻ പറഞ്ഞുകൊണ്ടിരിക്കുക: നീയും മരിക്കണം, നീയും മരിക്കുക, ഇനി നീ ജീവിച്ചിട്ട് കാര്യമില്ല, നിന്റെ മുമ്പിൽ പ്രത്യാശയില്ല, വിധവയായിട്ട് തുടരാൻ പറ്റത്തില്ല, നിനക്ക് നിന്റെ കുഞ്ഞിനെ പോറ്റാൻ പറ്റത്തില്ല, മരണമാണ് നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ ഒരു മരണദൂതൻ അവളുടെ പുറകിൽ നിൽക്കുന്നു. ഏലിയാവ് കണ്ടെത്തിയത് മരണദൂതൻ പുറകിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ. ഹല്ലേലൂയ. ഇന്ന് വൈകാരം ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ഹോളിനകത്തും ചില തകർച്ചകൾ, മരണങ്ങൾ പ്രതീക്ഷിച്ച് ചിലർ ഇരിപ്പുണ്ട്. നാശമേ ഇനിയുള്ളൂ, എന്റെ മുമ്പിൽ വഴിയില്ലെന്ന് പറഞ്ഞ, എന്റെ മുമ്പിൽ വിടുതലില്ലെന്ന് പറഞ്ഞ, എനിക്കിനി മുൻപോട്ട് പോക്കില്ലെന്ന് പറഞ്ഞ, എന്റെ വീട്ടിൽ നിന്നൊരു ശുഭതയില്ലെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ തിന്മയെന്ന് പറഞ്ഞ് മനസ്സിലായ തലത്തിലുള്ള ചിലരോട് ദൈവാത്മാവിന് ദൂത് പറയുന്നു: നിന്നെ തിരക്കി ഒരു
ലോകത്ത് മുഴുവൻ ക്ഷാമമാണ്. രണ്ടാമത്തെ കാരണം ഇവള് പറഞ്ഞൊരു വാക്കുണ്ട്. 4 ട്രാൻസ്ലേഷൻ ഞാൻ അതിനു വേണ്ടി വായിച്ചു. ഞാൻ അതിന്റെ ഹീബ്രു വായിച്ചു, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചു, 2 മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചു. ഞാൻ വായിച്ചത് എനിക്ക് മനസ്സിലായത് ഇവള് പറഞ്ഞത് ഇതാണ് ഏലിയാവിനോട്, ഞാൻ 2 അടയുണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് ഞാൻ മരിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ, അടയ്ക്കകത്ത് എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണയുടെ കൂടെ വിഷം കൂടെ ചേർത്ത് ഞാനും എന്റെ കുഞ്ഞും കൂടെ കഴിച്ച് മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മരണദൂതൻ ഇവിടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇതാ ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് പകൽക്കാലം പ്രത്യാശയില്ലാത്ത, ഇന്ന് പകൽക്കാലം ആശയില്ലാത്ത, ഇനി നടക്കത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിനക്ക് വേണ്ടി യേശു ഈ ദൈവത്തിനെ ഒരുമിച്ച് പറ. നിനക്ക് വേണ്ടി ഒരു ദൈവിക നിർണയം വെളിപ്പെട്ട് വരിക. ഈ ഹോളിനകത്ത് നിന്റെ കടം മാറത്തില്ലെന്ന്, നീ എന്നുപോലെ കടക്കാരനായിരിക്കുമെന്ന്, നീ തല നിവർത്തത്തില്ലെന്ന്, എന്ന് നീ തല താഴ്ത്തി തലയിരിക്കുമെന്ന് നിനക്ക് വേണ്ടി വാദിച്ചു നിൽക്കുക. മരണം പോലെ ഈ ഹോളിനകത്ത് ഈ പ്രാർത്ഥന ഇപ്പോൾ അഴിയുക. വിശ്വസിക്കുന്നവർക്കെന്താണ് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്കൊരു വഴി ഉണ്ടാകത്തില്ലെന്നോ? വിദ്യാഭ്യാസം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ട്രെയിൻ അതല്ലാത്തതുകൊണ്ട്, ഇനിയിപ്പോൾ കമ്പനിയുടെ പുറകെ സാധ്യമല്ലാത്തതുകൊണ്ട്, ഇനി നിന്റെ മുമ്പിൽ വഴിയില്ലെന്ന് വിശ്വാസികൾ കൈവിട്ടതുകൊണ്ട്, ഇനി നിന്റെ മുമ്പിൽ വഴിയില്ലെന്ന് പറഞ്ഞ് മരണഭൂതന്റെ ചെവിക്ക് വാക്കിന് ചെവി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നിന്റെ അടുക്കലേക്ക് ജീവന്റെ ശക്തി വെളിപ്പെടുന്നു. വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാണ്, വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ. ചില ഏലിയാവുമാര്, പ്രത്യാശയില്ലാത്ത ചില വിവിധവന്മാരുടെ അടുക്കൽ, നഷ്ടപ്പെട്ടവരുടെ അടുക്കൽ, മരണം ആഗ്രഹിച്ചിരിക്കുന്നവരുടെ അടുക്കൽ, പ്രതീക്ഷയില്ലാത്തവരുടെ അടുക്കൽ ദൈവഭൂതൻ വെളിപ്പെടുന്നുണ്ട്. അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എനിക്ക് ഒരണ ഉണ്ടാക്കിത്ത. അവളുടെ മറുപടി, നിന്റെ ദൈവമായ യഹോവയാണ്, എന്റെ കയ്യിൽ അടയൊന്നുമില്ല, ഇനി ആകെ ഒരു അല്പമുണ്ട്, ആ അല്പം മാവിന് തുല്യമായി സയനൈഡും എന്റെ കയ്യിലുണ്ട്, ഇത് കഴിച്ച് ഉണ്ടാക്കി മരിക്കുവാൻ ഇനിയും എന്റെ മുമ്പിൽ വഴിയില്ലെന്ന് പറയുമ്പോൾ അവളോട് പറയുകയാണ്, ദൂതൻ ഏലിയാവ് പറയുകയാണ്, മരിക്കാനിരിക്കുകയാണല്ലേ. നീ അവളോട് പറഞ്ഞ ദൂതൻ ഇതാണ്, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. നിന്റെ കയ്യിലുള്ളതിൽ ആദ്യത്തെ എടുത്ത് നീ അവിടെ സ്തോത്രം പറഞ്ഞ അടയുണ്ടാക്കുക. അതിന്മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തൂക്കുകയറല്ല, നിനക്ക് വേണ്ടി മരണക്കിടക്കയല്ല, നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മരുന്നുകളല്ല, നിനക്ക് വേണ്ടി ഒരു കൃപയുടെ കരം ഇന്ന് വായിക്കാനും ചലിക്കുകയാണ്. വിശ്വാസിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്. പ്രതീക്ഷകൾക്കപ്പുറത്തായി ദൈവശക്തി വ്യാപരിക്കുകയാണ്. നിർജീവത്വങ്ങളുടെ ദൈവകരം വെളിപ്പെടുകയാണ്. ഡോക്ടർ പറഞ്ഞത് മറന്നേക്ക്, മിടുക്കന്മാർ പറഞ്ഞത് മറന്നേക്ക്, ഉന്നതന്മാർ പറഞ്ഞത് മറന്നേക്ക്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് മറന്നേക്ക്, അല്ലെങ്കിൽ കാശുള്ളവൻ പറഞ്ഞത് മറന്നേക്ക്, പഠിച്ചവൻ പറഞ്ഞത് മറന്നേക്ക്. കൃപയുള്ളവർ ഇന്ന് വയൽക്കാലം ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഒരു ഏലിയാവ് ഈ ഹോളിനകത്തുണ്ട്. ദൂരെ കണ്ടടിയാതെ ആരൊക്കെയോ ഹൃദയം കഠിനപ്പെടുത്തുകയാണ്. ദൈവദാസ സഹോദരാ, നീ രണ്ടാമത് വരികയോ വരാതിരിക്കോ നിന്റെ കാര്യം. പക്ഷെ ഇന്ന് നിന്നെ തിരക്കി ഒരു ഏലിയാവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, നിന്നെ തിരക്കി ഒരു ദൈവദൂതൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ അവന്റെ നിർണയത്തിലുള്ളയാളാണ്, നീ അവന്റെ പദ്ധതിയിലുള്ളയാളാണ്. അതുകൊണ്ടാണ് നീ ഹോളിൽ വന്നത്, അതുകൊണ്ടാണ് സഹോദരാ നീ ഹോളിലായിരിക്കുന്നത്, അതുകൊണ്ടാണ് സഹോദരി നീ ഹോളിലായിരിക്കുന്നത്. നീ ദൈവിക നിർണയത്തിലുള്ളയാളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൾ ഒരു വിറകെടുത്തിട്ട് ആ വിറകെ നോക്കി പറഞ്ഞു, ഇതെന്റെ മരണക്കലത്തിന്റെ ഒരു വിറക്. രണ്ടാമത്തെ വിറകെടുത്തിട്ട് അവൾ അതേ നോക്കി പറയുക, ഇതെന്റെ മരണക്കലത്തിന്റെ അവസാനത്തെ വിറക്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പിന്നെ അവളും അവനും അവളുടെ മകനും അവളുടെ കുടുംബം ഒക്കെ ഭർത്താവിനെ എടുത്ത് സെമിത്തേരി വെച്ചപ്പോ ആങ്ങളെ ഒരു കെട്ടിപ്പിടി പിടിച്ച് ഉമ്മ വെച്ചിട്ട് പെങ്ങളോട് പറഞ്ഞു, ഈ അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേക്കണേ. കൊച്ചിന്റെ ഫീസിനൊന്ന് പറഞ്ഞു, അഡ്മിഷൻ ഒന്ന് പറഞ്ഞു. 3-4 വട്ടം ആയപ്പോ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു, പിന്നെ നമുക്കില്ലയോ? ഓ, നിങ്ങൾ ഇവിടുത്തുകാരല്ലല്ലോ. അതൊക്കെ കൊടുപ്പങ്ങ് നിർത്തി. അവർക്ക് മുൻപോട്ട് പോകാൻ വഴികളില്ല. ഇന്ന് പൽക്കാലം ദൈവം നിന്റെ ചില ആശ്രയങ്ങളെ തട്ടി മാറ്റുന്നത്, നീ വിശ്വസിച്ചിരുന്ന ചില മണ്ഡലങ്ങളെ തമ്പുരാൻ തട്ടി മാറ്റുന്നത്,
31-ാം തീയതി കിട്ടുമെന്ന് പറഞ്ഞത് കിട്ടാതെ പോയത്, 5-ാം തീയതി വരുമെന്ന് പറഞ്ഞ് വരാതെ പോയത്, 12-ാം തീയതി നടക്കുമെന്ന് പറഞ്ഞ് നടക്കാതെ പോയത്, നിന്റെ ഏതെങ്കിലും നന്മകൾ മുടങ്ങിയിട്ടുണ്ടോ തമ്പുരാൻ അതിനെ മുടക്കിയതാ. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി വേറെ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് തീർന്നില്ല ദൈവമക്കളെ. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു. ഇവളുടെ ഇത് കഴിഞ്ഞ ഉടനെ ഇവളുടെ മകൻ മരിച്ചുപോയി. ആ സ്ത്രീ ചെന്ന് ഏലിയാവിനോട് ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്റെ പാപം എന്നെ ഓർമ്മിപ്പിക്കേണ്ടതിനോ നീ ഇവിടെ വന്നത്. ആ മകൻ മരിച്ചു പോയപ്പോൾ അവള് പറഞ്ഞൊരു വാക്കുണ്ടായി, എന്റെ പാപം എന്നോ. എന്ത് പാപം ഇവള് ചെയ്തേ? ആ വാക്കിനകത്ത് കിടപ്പുണ്ട്. അവള് ചെയ്ത പാപം എന്താണെന്നറിയാമോ? കഴിച്ചിട്ട് മരിക്കാനിരിക്കുക. സാധാരണ കഴിച്ചാ മരിക്കുകയാണോ കഴിച്ചാ ജീവിക്കുകയാണോ? പറഞ്ഞേ. ഇവള് പറഞ്ഞ എന്ത് ചെയ്യാൻ പോകുന്ന? ഇപ്പോൾ ഈ മരണത്തെ ഇവള് വിളിച്ചു വരുത്തിയതാ. തകർച്ചകളെ വിളിച്ചു വരുത്തരുത്, അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തരുത്. എല്ലാ വാതിലും അടയപ്പെടും. യേശുവിന്റെ നാമം ജയതരുമെന്ന് പറയണം. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിന്നേറ്റ് പറയണം, സ്തോത്രം, അയ്യോ എന്റെ ദൈവമേ ഇന്ന് ഞാൻ എങ്ങനെ തള്ളി നീക്കുവോ എന്നല്ല പറയേണ്ടത്. ഒരു വഴികളുമില്ല, ഒരു ബിസിനസ് നടക്കുന്നില്ല, ഒരു വഴികളുമില്ലെങ്കിലും അതിന്റെ മുമ്പിൽ നിന്ന് പറയണം, എന്റെ മുമ്പിൽ യേശു എനിക്ക് മുമ്പേ പോകുന്നുണ്ട്. ഹല്ലേലൂയ. സൈന്യത്തിന്റെ നായകൻ എന്നെ നടത്താൻ തുടങ്ങുക. ഹല്ലേലൂയ. നല്ല നാലഞ്ച് വാക്യം ഞാൻ പറയാം, നിങ്ങൾ ചേർന്ന് പറയണം. ഒന്ന്, അത്ഭുതം. അത്ഭുതം. അത് പറയാൻ തന്നെ ഒരു ധൈര്യം വരുന്നില്ല അല്ലേ? പറഞ്ഞേ. വിടുതൽ. ആശ്വാസം, സമാധാനം, സന്തോഷം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കി അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. സ്വതന്ത്ര. ഹല്ലേലൂയ. ആമേൻ. സ്വതന്ത്ര. ഹല്ലേലൂയ. ചില നല്ലമാര് മക്കളെ നോക്കി വിളിക്കും. ചില കുഞ്ഞുങ്ങള് ഞങ്ങളൊരു വീട്ടിൽ ആശ്വസിക്കുന്നപ്പോ ഒരു അമ്മ പറഞ്ഞതാ, ഓ എന്റെ മാസ്റ്റർ ഇവന്റെ അപ്പനെ പോലെ. നാട്ടുകാരല്ല പറഞ്ഞേ, ആ തള്ള പറയാ ആ തള്ളയുടെ അപ്പനെ പോലെയാ നാല് ഈ കൊച്ച്. സ്വന്തം ഈ അപ്പൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അമ്മച്ചിയുടെ പുറത്ത് നോക്കിയാൽ മതി. അപ്പനെ ഇടിച്ച് ചുരുട്ടി വെച്ചിരിക്കുക. അപ്പൊ ഈ കൊച്ചനോട് ഇപ്പോഴേ പറയുന്നത് നീ ആരെ പോലെ എന്നാ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോ കുഞ്ഞുങ്ങളെ നോക്കി വിളിക്കുന്നത് ചട്ടമ്പി. അവനെ ഇപ്പോഴേ വിളിക്കുന്നത് എന്തുവാ? ചട്ടമ്പി. പിന്നെ കള്ള. നല്ല പേരൊക്കെ വിളിക്കും. ചട്ടമ്പിന്നും ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ഒന്നും വിളിക്കാതെ കൃപയുടെ പേര് വിളിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നല്ല തോന്നണം. അപ്പം ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഞാൻ വിളിച്ചു പോയത് അല്ലേ? സ്വതന്ത്രം. കാര്യത്തിൽ ഒന്നുകൂടെ നന്മയെ നമുക്ക് വിളിച്ചാൽ മതി. സ്വതന്ത്രം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം നോക്കി അങ്ങ് വിളിക്കണം. സ്വതന്ത്രം. നമ്മുടെ പൈതങ്ങളെ നോക്കി നമ്മെ നോക്കി പറ, ദൈവം നല്ലത് ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. സ്വതന്ത്രം. ഈ മരണം അവിടെ വീടിനകത്ത് വന്നു കയറിയതാ, അവള് വരുത്തിയതാ. ഏലിയാവ് ആ കുഞ്ഞിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. ആ കുഞ്ഞിന്റെ മേൽ 3 വട്ടം കവിണ്ണ വീണ് കുഞ്ഞിന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മേൽ ജീവൻ തിരികെ വന്നു. സ്തോത്രം. അതല്ല അതിനകത്തെ അത്ഭുതം. അതിനകത്തെ അത്ഭുതം പറയാനാണ് ഞാൻ വന്നത്. ആ അത്ഭുതം ഇതാണ്. ഈ പൈതൽ ആരാന്നറിയാമോ? ഈ കുഞ്ഞാരാന്നറിയാമോ? വേദപുസ്തക ചരിത്രത്തിന് വെളിയിലുള്ള ചരിത്ര രേഖകളിൽ എഴുതിയിട്ടുണ്ട്, സരാഫത്തയിലെ ഈ വിധവയുടെ മകനാണ്. നമ്മൾ ആദ്യം ഒരു പ്രവാചകന്റെ കാര്യം പറഞ്ഞല്ലോ. ഏത് പ്രവാചകന്റെ? ഏത് പ്രവാചകന്റെ? ഇങ്ങനെ ചോദിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിത് വരത്തില്ലായിരുന്നല്ലേ. ഏത് പ്രവാചകന്റെ കാര്യം ആദ്യമേ പറഞ്ഞേ? യോന പ്രവാചകന്റെ കാര്യം പറഞ്ഞല്ലേ. ചരിത്രം പറയുന്നത് ഈ യോന പ്രവാചകൻ ഈ വിധവയുടെ മകനാണ്. ഹലോ. അന്ന് ഏലിയ പ്രവാചകൻ ഈ കുഞ്ഞിന്റെ മേൽ കവിണ്ണു കിടന്ന് പ്രാർത്ഥിച്ച് ജീവശ്വാസം ഊതി തിരിഞ്ഞു കയറുമ്പോൾ അവന്റെ മേൽ ആ ജീവശ്വാസം മാത്രമല്ല, ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച പ്രവചനാത്മാവ് കൂടെ വ്യാപരിച്ചു. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഹല്ലേലൂയയിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു കുറവ് വരാത്തതെങ്കിൽ അവൻ അതുവഴിയൊക്കെ പോകും. വിശ്വസിച്ച് പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവ പൈതലെ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. ദൈവാത്മാവിന് ഇടപെടുവാൻ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ.
ആ കുഞ്ഞിന്റെ മേലുള്ള മേലെഴുത്ത് എന്താണെന്ന് അറിയാമോ? മരണദൂതൻ പറയുന്ന ദൂതിതായിരുന്നു, നിന്റെ അമ്മ നിനക്കൊരു ഭക്ഷണം തരും, അത് കഴിച്ചു നീ മരിക്കും. എന്നാൽ ആ വീടിനകത്തേക്ക് ഏലിയാവ് വന്നതുകൊണ്ട് ആ കുഞ്ഞിന് ജീവൻ കിട്ടിയത് മാത്രമല്ല, അവൻ പിന്നെ ചരിത്രം പറയുന്ന ഒരു പ്രവാചകനായി മാറാനിടയായി. പകൽക്കാലം അല്ലെങ്കിൽ മരണദൂതന്റെ പിടികളിൽ നിന്ന് നിന്നെ മാറ്റുവാൻ ഒരു ദൈവശക്തി ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ദൈവിക സന്ദർശനം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ ഇവിടെ കർത്താവ് ഒരു സ്തോത്രം പറയട്ടെ. ഒരിക്കൽ ഇവിടെ കർത്താവ് നല്ലൊരു സ്തോത്രം പറയട്ടെ. ദൈവിക സന്ദർശനത്തെ തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് പകൽക്കാലം സീരിയസ് ആയ ഒരു കാര്യം പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിങ്ങൾക്ക് എപ്പോഴാ പ്രാർത്ഥനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്, അതിനോട് റിയാക്ട് ചെയ്യണം. എങ്ങനെ റിയാക്ട് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്യണം. സഭ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കണം. എന്തോ നാം അറിയാത്ത എന്തോ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ദിവസം ആശാരിപുരേശി കോട്ടയത്ത് വെച്ച് ഒരു അച്ചായനോട്, റബ്ബർ ടയർ കടയുള്ള ഒരു അച്ചായനോട് സംസാരിച്ചു കൊണ്ടിട്ട് തന്റെ ജീപ്പിലോട്ട് കയറാൻ തുടങ്ങിയപ്പോ താൻ വന്ന ജീപ്പിന്റെ ഇപ്പുറത്തെ വാതിലൂടെ അകത്തോട്ട് കയറുകയും ജീപ്പ് ഡ്രൈവർ അതുവഴി ഇറങ്ങി പുറകെ കൂടെ വന്നിട്ട് അച്ചാണ്ട് പറഞ്ഞു, ആശാരിപുരേശി പറഞ്ഞു, വണ്ടിയെ കയറില്ല. എന്താ? ആശാരിപുരേശിക്ക് അന്ന് വൈകിട്ട് 7 മണിക്ക് എറണാകുളത്ത് പ്രസംഗിക്കാനുള്ളതാ. അതെന്താടാ? കൺവെൻഷൻ പോകണ്ടേ? കൺവെൻഷൻ പോകാം, പക്ഷേ ഈ ജീപ്പ് കൊണ്ട് നമുക്ക് ഓടി ചെല്ലാൻ പറ്റത്തില്ല. ഇതിന്റെ ടയർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത് അവിടെ ചെല്ലുന്നതിന് പറ്റതാണ്. അപ്പൊ പുള്ളി ഇപ്പൊ എവിടുന്നാ വരുന്നേ? എവിടുന്നാ വരുന്നേ? ഒരു ടയർ കടയിൽ അച്ചാറ് സംസാരിച്ചോണ്ടിരിക്കുക എന്റെ തൊട്ട് മുമ്പില്. അതിനെന്താടാ? നമ്മുടെ തോമാച്ചാറുണ്ടോ നടന്ന സംഭവം, തിരുവല്ലായിക്കോട്ടെ, നടന്ന സംഭവം. അച്ചാർ പറഞ്ഞ, അച്ഛാ ഞാൻ കൺവെൻഷന് പോയിട്ട് കിട്ടുന്ന സ്തോത്ര കാഴ്ച അതുപോലെ കൊണ്ട് തന്നേക്കാം. 4 ദിവസത്തേക്ക് എനിക്ക് 4 ടയർ കടം തരണം. അങ്ങനെ പറഞ്ഞ സന്ധ്യാനേരത്ത് കടം ചോദിക്കരുത്, ആശാരിക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് കാശ് തരാം, ഇതെന്റെ ബിസിനസ് പോളിസിയാ, ഞാൻ എന്ത് ചെയ്യത്തില്ല, ടയർ തരത്തില്ല. അടുത്ത വാക്ക് ആശാരിയുടെ വായിൽ നിന്ന് വീഴുക, ഒരു വികട വാക്ക് പോലെ വീഴുക, ഞാൻ അച്ചായന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിക്കാം, ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കാ, ഞാൻ അച്ചായന്റെ പ്രാണന് വേണ്ടി, ആയുസിന് വേണ്ടി. പുള്ളി പറഞ്ഞു, ഇന്നലെ ഞാൻ ഡോക്ടറിന്റെ ചെക്കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, 1 വർഷവും ഇല്ല. ആശാരി കാശുണ്ടോ? ടയർ തരാം. ഇല്ലെങ്കിൽ ആശാരി 2ാമത് വാണിംഗ് പോലൊന്നുകൂടെ പറഞ്ഞു, നിന്റെ ആയുസിന് വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. അങ്ങനെ മറുപടി അങ്ങനെ തമാശയായിട്ടാ തോന്നിയത്. ടയർ കിട്ടത്തില്ലെന്നറിഞ്ഞ് ആശാരി ഉപദേശിച്ച് ആ ജീപ്പലോട്ട് കൈവച്ച്, കർത്താവേ ഈ വാഹനത്തെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ ലക്ഷ്യത്തിൽ ചെല്ലുന്നവരെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. കേരള ഡ്രൈവറോട് ഒറ്റ കൽപ്പന, കേരള വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. ആശാരി കയറി കൺവെൻഷൻ പോയി. 4 ദിവസം കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് തന്റെ സ്ഥലം കൊട്ടാരക്കരയില് താൻ വീട്ടിൽ ചെന്നപ്പോ ഒരമ്മാമ്മ ഒരു അംബാസഡർ കാറില് 4 ടയറും വെച്ച് ഡിക്കി തുറന്ന് കാത്തു നിൽക്കുക. ആശാരി വന്നു കയറിയത് ആശാരിയുടെ കാലിൽ ഡ്രൈവറോട് പറഞ്ഞെടുത്ത് 4 ടയർ എടുത്തു. സംഭവം കേൾക്കണോ? അവന്റെ മുമ്പിൽ അന്നേരം മരണദൂതൻ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആരുടെ മുമ്പിൽ? ആശാരിന്റെ മുമ്പിൽ മരണദൂതൻ വെളിപ്പെട്ട് നിൽക്കുക. ആശാരി ആ മരണദൂതനെ മാറ്റാൻ ചോദിച്ചത് ടയറ, ഏലിയാവ് ചോദിച്ചത് അപ്പമാണ്. ദൂത് മനസ്സിലാകുന്നുണ്ടോ? അന്ന് രാത്രി അവിടെ വെച്ച് ആ സ്പോട്ടിൽ വെച്ച് ആ മനുഷ്യൻ ആ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ സഹോദരി തിരിച്ചറിഞ്ഞു, ഇത് ആശാരി പറഞ്ഞ വാക്കാണ്. ആ ആശാരിയുടെ കാലെ ചെന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞു, ദയവായി ആ ശാപം എന്റെ കുഞ്ഞുങ്ങളെ മേൽ വരരുത്, എന്റെ അച്ചായൻ കാണിച്ച പോഷത്തരത്തിന് എന്റെ വീടിനകത്ത് അത് വരരുതെന്ന് പറഞ്ഞു ദൈവദാസന്റെ കാലെ വീണ് പ്രാർത്ഥിച്ചു. അദ്ദേഹം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അവിടെ കൊണ്ട് ആ കെട്ട് സ്റ്റോപ്പ് ചെയ്തു. തന്റെ മേൽ വ്യാപിച്ച ശക്തിയതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഏലിയാവിന്റെ അഭിഷേകം തന്റെ മേൽ വ്യാപിച്ചു. സ്തോത്രം. നിന്നെ എപ്പോഴാ ദൈവാത്മാവ് തട്ടി നടത്തി പ്രാർത്ഥിക്കാൻ പറയുന്നത്? അത് രാത്രി മുട്ട കയറിയതുകൊണ്ടോ പാറ്റ കയറിയതുകൊണ്ടോ ഉറക്കം വരാഞ്ഞതല്ല, കമ്പിളിക്കകത്ത് ചുരുണ്ടുകൂടി AC ഓൺ അല്ല ചെയ്യേണ്ടുന്നത്. അന്നേരം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചോണം. എവിടെയൊക്കെ വിടുതലുകൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. സംഭാരകൻ ഇതുവഴിയൊക്കെ കറങ്ങി വരുന്നുണ്ട്. ദൂത് തിരിച്ചറിയുന്ന സ്തോത്രം പറയണം. ഹല്ലേലൂയ. വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിന്നെ എഴുന്നേൽപ്പിച്ചാൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അത് ഇന്നലെ ഉറങ്ങാതിന്റെ ക്ഷീണം കൊണ്ടാണെന്നോ ഇന്നലെ ഉറങ്ങിയതിന്റെ ക്ഷീണം കൊണ്ടാണെന്നോ പറഞ്ഞ് നിന്നോട് ദൈവം പറയുന്ന ദൂതിനെ മറന്നു കളയരുത്. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ. ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങിയ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ തുടങ്ങുക. ഒരു ചരിത്ര സംഭവം കൂടെ വേദപുസ്തകത്തിലുണ്ട്. ഒരിക്കൽ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശുവിനെ വന്ന് രാജാവിന്റെ പടയാളികൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഹലോ
താൻ ഈ രാജ്യത്തിന്റെ നിയമം അറിയാമല്ലോ, ഈ നിയമം അനുസരിച്ച് എല്ലാ പുരുഷന്മാരും ടാക്സ് കൊടുക്കണം. അപ്പൊ യേശു ഇങ്ങനെ മാറി നിന്നു. സ്തോത്രം. അപ്പൊ അടുത്ത പത്രോസ് എന്നാ നിന്റെ കുറിപ്പ് കാണിച്ച്. പത്രോസ് പറഞ്ഞു, എന്റെ കയ്യിൽ കുറിപ്പില്ല, കുറിപ്പടിയില്ല, ഞാനും എന്ത് ചെയ്തിട്ടില്ല, ടാക്സ് അടച്ചിട്ടില്ല. യേശു പത്രോസിന്റെ കണ്ണി നോക്കി, പത്രോസ് യേശുവിന്റെ കണ്ണി നോക്കി. എന്റെ കർത്താവേ, എന്നെ ആദ്യമായ ഒരുത്തൻ വെളി വെച്ച് എന്തോ ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കാഞ്ഞതിന് എന്നെ പിടിച്ചു നിർത്തുക. അന്നത്തെ റോമ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് എല്ലാ സ്ലേവ് സിറ്റിസൺസും അല്ലെങ്കിൽ അവരുടെ അയൽ രാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലെ ആൺ പ്രജകൾ നികുതി കൊടുക്കണം. ഞങ്ങൾ ഉഗാണ്ടയിൽ ചെന്നപ്പോൾ ഉഗാണ്ടയിൽ ഈ നിയമമുണ്ട്, ആൺ പ്രജകളെല്ലാം നികുതി കൊടുക്കണം. പണ്ട് സൈക്കിളൊക്കെ നമ്മളെന്താ ടാക്സ് അടയ്ക്കുന്ന പോലെ അല്ലേ, കാറിനൊക്കെ ടാക്സ് അടയ്ക്കുന്ന പോലെ അങ്ങനെ പുരുഷന്മാർ ടാക്സ് അടയ്ക്കണം, എല്ലാ വർഷവും അത് അടയ്ക്കണം. ഇപ്പോൾ ഇവന്റെ കയ്യിൽ ടാക്സ് കൊടുത്തിട്ടില്ല. പത്രോസ് യേശുവിന്റെ നോട്ടോട്ടൊരു നോട്ടം. യേശു എന്നോട് നോട്ടത്തിൽ ഇതാ പറഞ്ഞത്, കർത്താവേ, ഞാൻ എന്റെ വലയും വെള്ളം കൊണ്ട് വീശാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ അടച്ചേനെ. നിന്റെ വഴിക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് അടയ്ക്കാനുമില്ല, ഇപ്പൊ എന്നെ പട്ടാളക്കാർ പിടിച്ചു നിർത്തിയിരിക്കുന്നു. സ്വതന്ത്രം. യേശു അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ പത്രോസേ, നീ പോയി ചൂണ്ടയിട. നിന്റെ ചൂണ്ടയിൽ ഒരു മീൻ കൊളുത്തു. അതിനോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, നീ അതിന്റെ വാ തുറന്നു നോക്കണം. അതിന്റെ വായിൽ എനിക്ക് 2, നിനക്ക് 2, 2 2 4 ചതുർദ്രഹ്മപ്പണം, 4 കോയിൻ അതിന്റെ വായിൽ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്നുണ്ടോ നിങ്ങള്? അതിന്റെ വായിൽ ഞാൻ എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്? നിനക്കുള്ളതും എനിക്കുള്ളതും. ഞാനങ്ങ് വിചാരിക്കുക, പട്ടാളക്കാർ പറഞ്ഞു, അല്ല ആ പുള്ളി ഇങ്ങോട്ട് പോവാ, അയാൾ ചൂണ്ടലിടാൻ പോവാ. പിന്നെ അവൻ ചൂണ്ടലിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി കളക്ട് ചെയ്യുമോ? ഇവൻ ചൂണ്ടലിടാൻ പോയാൽ എന്ത് ചെയ്യും? അവനത് വഴി പോകും. ഞാൻ ഇവിടെ ടാക്സ് പറഞ്ഞു. യേശു പറഞ്ഞു കാണും, അവൻ വരുന്നത് വരെ ഞാൻ അവന്റെ ജാമ്യമായി ഇവിടെ നിൽക്കാം. അവൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ അവന് ജാമ്യമായി. ശ്രദ്ധിച്ചു കേൾക്കാം. യേശുവിന്റെ കൂടെ നടന്നതുകൊണ്ട്, പ്രാർത്ഥിക്കാൻ പോയതുകൊണ്ട്, ഉപവസിച്ചതുകൊണ്ട്, കണ്ണുനീരൊഴുക്കിയതുകൊണ്ട്, നിന്റെ ജീവിതത്തിൽ യേശു നിമിത്തം എന്തെങ്കിലും നഷ്ടം വന്നാൽ യേശു നിന്നെ വിട്ടേച്ച് മാറുകയില്ല. യേശു നിന്നെ ഇട്ടേച്ച് പോകുകയില്ല. അവൻ അവിടെ തന്നെ നിന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം തന്നെ മടങ്ങുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കോടാനകോടി ഹല്ലേലൂയ ടൈപ്പ് മീനുകൾ, വിവിധങ്ങളായ മത്സ്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആ ഗലീലക്കടലിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഗലീലക്കടലിൽ നീന്തിക്കൊണ്ടിരിക്കുക. 100 കണക്കിന് ആൾക്കാർ വീശുന്നുണ്ട്. 10,000 കണക്കിന് മീനുകൾ പല വലയിൽ കൊടുക്കുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാർ ചൂണ്ടലിടുന്നുണ്ട്. ഇതിനകത്ത് അവിടെ നിന്ന് ചോദിച്ചില്ല, കർത്താവെ, ആ മീനെ കണ്ടാ ഞാൻ എങ്ങനെ അറിയും? കർത്താവെ, ഞാൻ ചൂണ്ടലിട്ട് അത് എന്റെ തന്നെ കൊളുത്തും. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. നിങ്ങൾക്കൊക്കെ ഒരു കമന്റ് വരുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അല്ലേ? കൊളംബസ് കല്യാണം കഴിച്ചതല്ലായിരുന്നു. അതിനുള്ള തെളിവ് എന്താ അവർ പറയുന്നത് അറിയാമോ? കൊളംബസ് കല്യാണം കഴിച്ചല്ല. തെളിവ് എന്താ പറയുന്നത്? കൊളംബസ് രാവിലെ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ രാവിലെ ഇറങ്ങാൻ നേരത്ത് ഭാര്യ ചോദിക്കും, എവിടെ പോവാ, ആരുടെ പോവാ, എങ്ങോട്ട് പോവാ, എന്തിനു പോവാ, എപ്പ വരണം? പിന്നെ ചില പെണ്ണുങ്ങളാണെങ്കിൽ ചോദിക്കും, ചോറ് വെച്ചേക്കണോ വേണ്ടായോ? ഇത്രയും ചോദ്യം കേൾക്കുമ്പോൾ കൊളംബസ് പറഞ്ഞാൽ അമേരിക്ക കണ്ടുപിടിക്കുന്നില്ല, ആഫ്രിക്ക കണ്ടുപിടിക്കുന്നില്ല അല്ലേ? നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. കർത്താവേ, അവിടെ എന്തൊരു വിട്ടിത്തരവാ, നീ അവിടെ ചൂണ്ടലിടാ, അതിനകത്ത് ഒരു മീൻ കാണുക, മീനിന്റെ വായി, ഇതൊരു വിട്ടിത്തരല്ലേ? കർത്താവേ, ഞാൻ മാത്രമേ ചൂണ്ടെടുത്തുള്ളൂ, ഒത്തിരി ചൂണ്ടലിടും. ഞാൻ മാത്രമേ വീശുന്നുള്ളൂ, ഒത്തിരി പേര് വീശും. പക്ഷേ നിനക്ക് വേണ്ടിയുള്ള ദൈവിക നിർണയം ആ മീനിന്റെ മേൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതോട് വിശ്വസിച്ചവർക്കായി ഞാൻ നന്ദി പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ചില ചൂണ്ടലിൽ ചില മീൻ കൊളുത്തിയത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് പകൽക്കാലം നീ ഹോള് വിട്ട് ഇറങ്ങുമ്പോൾ ചില നന്മകളുമായി നീ വെളിയിലിറങ്ങാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞപ്പോൾ തന്നെ ചില കൃപയുടെ വെളിപ്പാട് നിന്റെ മേൽ ഉണ്ടാകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ കടഭാരത്തിന് ചില ചതുർദ്രഹ്മപ്പെടങ്ങൾ കുഴുകാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നിന്റെ ചൂണ്ടലിന്, വിശ്വാസത്തോടെ നിന്റെ ചൂണ്ടലേറെക്കൊരുക്ക, വിശ്വാസത്തോടെ കാത്തിരിക്കുക. ആയിരക്കണക്കിന് മത്സ്യങ്ങളുടെയിൽ നിന്ന് നിന്റെ ചൂണ്ടൽ തിരക്കി, നിന്റെ പേര് തിരക്കി, നിന്നെ തിരക്കി ഒരു വിടുതൽ വരുന്നുണ്ട്. നിന്റെ വീട് തിരക്കി നിനക്ക് വേണ്ടി ഒരു നന്മ വരുന്നുണ്ട്. ദൈവിക നിർണയങ്ങൾ നടക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നെ
പ്രത്യേകിച്ചില്ലാത്ത നിന്റെ തലമുറയെ ചരിത്രത്തിനകത്ത് പേര് വരുമാറ് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതാ കാൽവറിയിൽ നിന്ന് ഒരു ഏരിയാവ് നടന്നു വരുന്നു, ഈ ഹോളിനകത്തേക്ക് നടന്നു വരുന്നു. ഹല്ലേലൂയ. നന്മ